കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ചൂട് ശക്തമായതോടെ കേരളത്തിൽ ശബരിമല വിഷയവും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. BJP പ്രചാരണത്തിനായി ദക്ഷിണേന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല വിഷയം ശക്തമായി ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിനുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP നേതാവും MPയുമായ വി മുരളീധരൻ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയോട് ഞങ്ങൾ യോജിക്കുന്നില്ലെന്നാണ് മുരളീധരൻ പറയുന്നത്. നിലവിലത്തെ സുപ്രീം കോടതി വിധി തെറ്റാണ്. വിധി തെറ്റാണെന്ന് പറയാൻ ഈ നാട്ടിലെ പൗരന്മാർക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ഭരണഘടനാ ബാധ്യത ഞങ്ങൾക്കുണ്ടെന്നാണ് കേരള സർക്കാർ വിധി വന്നതിന് ശേഷം പറഞ്ഞത്. സർക്കാരിന്റെ വാദത്തെ താൻ അംഗീകരിക്കുന്നു. ആരാധന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒളിച്ചു കടത്തലല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ ശബരിമല അയ്യപ്പനെ കാണാൻ സ്വയം ചെല്ലുമ്പോൾ അയാളെ തടയാതിരിക്കാനുള്ള നടപടി സർക്കാർ എടുക്കണം. പെരിന്തൽമണ്ണ മുതൽ ശബരിമല വരെ ഒരാളെ പോലീസിന്റെ വണ്ടിയിലും ഫോറസ്റ്റിന്റെ വണ്ടിയിലും കൊണ്ടുപോകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലെന്നും മുരളീധരൻ പറയുന്നു. തിരഞ്ഞെടുപ്പിന് ഇനി കൊട്ടിക്കലാശങ്ങൾക്കൊക്കെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അപ്പോഴും ഉന്നയിക്കുന്ന വിഷയം ശബരിമല തന്നെയാണ്. ശബരിമല വിഷയം ഉന്നയിക്കരുതെന്ന് പലപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുമ്പോഴും മുന്നണികളെല്ലാം ആവർത്തിക്കുന്നത് ശബരിമല തന്നെയാണ്. അത് തന്നെയാണ് പ്രചാരണ ആയുധമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.